വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ചാവറാച്ചൻ്റെ 155-ാം ചരമവാർഷികമാണെന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ശ്രദ്ധേയമായ ഒരു സംഭവം പറഞ്ഞ് നമുക്ക് തുടങ്ങാം. 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യകാലഘട്ടത്തിൽ അന്ന് അറിവ് എന്നത് ചുരുക്കം ചിലരുടെ മാത്രം സ്വത്തായിരുന്നു. അക്ഷരങ്ങൾ മണ്ണിൽ എഴുതി പഠിച്ചിരുന്ന കുട്ടികൾക്ക് പുസ്തകങ്ങൾ നൽകണമെന്ന് ചാവറാച്ചൻ ആഗ്രഹിച്ചു. അതിനായിട്ട് ഒരു അച്ചടി യന്ത്രം വേണം. പക്ഷേ അച്ചടി യന്ത്രത്തിനായി അദ്ദേഹം സമീപിച്ചവർക്കെല്ലാം പറയാനുണ്ടായിരുന്നത് നിരാശപ്പെടുത്തുന്ന കാര്യങ്ങളായിരുന്നു. വിദേശത്ത് നിന്ന് യന്ത്രം എത്തിക്കാനൊക്കെ ഭയങ്കര തുകയാവും. അങ്ങനെയൊക്കെയാണ് അന്വേഷിച്ചപ്പോൾ അറിയാനും കഴിഞ്ഞത്. കൊച്ചിയിലെ ഗവൺമെൻറ് പ്രസ്സിൽ അങ്ങനെയൊന്നുണ്ട്. ദൂരങ്ങൾ താണ്ടി വലിയ പ്രതീക്ഷകളോടെ അദ്ദേഹം അവിടെ എത്തി. അദ്ദേഹത്തിൻ്റെ ആവശ്യം വളരെ ചെറുതായിരുന്നു. ആ യന്ത്രം ഒന്ന് കാണാൻ അനുവദിക്കണം, അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഒന്ന് അറിയണം. പക്ഷേ അധികാരികൾ ആ സന്യാസിയെ പുച്ഛിച്ചു തള്ളി. അദ്ദേഹത്തിൻ്റെ മുഖത്തിന് നേരെ ആ ഇരുമ്പ് വാതിലുകൾ അവർ കൊട്ടിയടച്ചു. ഇതൊന്നും നിനക്കുള്ളതല്ല എന്നായിരുന്നു ആ പരിഹാസത്തിൻ്റെ അർത്ഥം. അവഹേളിക്കപ്പെട്ട് നിരാശനായി മടങ്ങിയ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു കനലുണ്ടായിരുന്നു. മാന്നാനത്തെ ആശ്രമമുറ്റത്ത് തിരിച്ചെത്തിയ അദ്ദേഹം നേരെ പോയത് ഒരു വാഴത്തോട്ടത്തിലേക്കാണ്. അവിടെ നിന്നൊരു വാഴ വെട്ടി അതിൻ്റെ വാഴപ്പിണ്ടി എടുത്തു. ചുറ്റുമുള്ളവർ ആശ്ചര്യപ്പെട്ട് കാണും, ഒരു അച്ചടി യന്ത്രത്തിന് പകരം വാഴപ്പിണ്ടിയോ എന്ന്. പക്ഷേ പ്രതിഭയ്ക്ക് ഉപകരണങ്ങളല്ല, ഇച്ഛാശക്തിയാണ് വേണ്ടതെന്ന് അദ്ദേഹം തെളിയിച്ചു. ഒരു ചെറിയ കത്തി കൊണ്ട് ആ വാഴപ്പിണ്ടിയിൽ മാതൃക സൃഷ്ടിച്ചു. ആ മാതൃക നോക്കി ഒരു സാധാരണ ആശാരിയുടെ സഹായത്തോടെ തടിയിൽ അദ്ദേഹം കേരളത്തിൻ്റെ ആദ്യത്തെ തദ്ദേശീയ അച്ചടി യന്ത്രം നിർമ്മിച്ചു. 1846 കേരളത്തിലെ ആദ്യത്തെ തദ്ദേശീയ അച്ചടിശാലയായ സെൻറ്റ് ജോസഫ്സ് പ്രസ് മാന്നാനത്ത് ചാവറയച്ചൻ ആരംഭിച്ചു. അവിടെ നിന്ന് പുറത്തു വന്ന ഓരോ താളും കേവലം അക്ഷരങ്ങളായിരുന്നില്ല, മറിച്ചൊരു ജനതയുടെ വിമോചനമായിരുന്നു. പാവപ്പെട്ടവൻ്റെ കുട്ടിക്ക് പഠിക്കാനുള്ള പാഠപുസ്തകങ്ങൾ ആ പ്രസ്സിൽ നിന്ന് അച്ചടിക്കപ്പെട്ടു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ പലപ്പോഴും ചോദിക്കാറില്ല, എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഈ തടസ്സങ്ങളൊക്കെ എന്ന്. പക്ഷേ ചാവറാച്ചൻ്റെ ജീവിതം നമ്മളോട് പറയുന്നത് തടസ്സങ്ങൾ നിങ്ങളുടെ വഴി മുടക്കാനല്ല, മറിച്ച് പുതിയ വഴികൾ വെട്ടി തുറക്കാൻ നമ്മളെ പ്രാപ്തരാക്കാനാണ് എന്ന്. നമ്മൾ ഓർക്കേണ്ടത്, നമ്മളെ തടയാൻ അങ്ങനെ ആർക്കും കഴിയില്ല. നമ്മുടെ കയ്യിൽ പണമില്ലായിരിക്കും, വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലായിരിക്കും, പക്ഷേ നമുക്കുള്ളിലെ നിശ്ചയദാർഢ്യവും ഇച്ഛാശക്തിയും ഒക്കെ മാത്രം മതി ഈ ലോകം കീഴടക്കാൻ. ചാവറച്ചൻ പ്രവൃത്തിയൂടെ തെളിയിച്ച വാക്കുകൾ തന്നെ ഇന്ന് പങ്കുവയ്ക്കാം. മറ്റുള്ളവർക്ക് വെളിച്ചം നൽകാൻ സ്വന്തം ജീവിതം മെഴുകുതിരി പോലെ ഉരുക്കിക്കളയുക. നമുക്കും ഈ ലോകത്തിന് വെളിച്ചമാകാം എന്ന് ഒരു പള്ളിയോടൊപ്പം പള്ളിക്കൂടം എന്ന ഒരു ചിന്തയിലേക്ക് കത്തോലിക്ക സഭയെ കൊണ്ടെത്തിച്ചത് ചാവറാച്ചനാണ്. അതിനുശേഷമാണ് ധാരാളം വിദ്യാലയങ്ങൾ ഈ ആരാധനാലയങ്ങൾക്കൊപ്പം ഉണ്ടാവുന്ന സാഹചര്യം കേരളത്തിൽ ഉണ്ടായത്. അതിനു മുമ്പ് സമ്പൂർണ്ണമായി തന്നെ ഏതാണ്ട് കച്ചവടത്തിൽ വ്യവസായത്തിൽ ഒക്കെ ശ്രദ്ധിച്ചിരുന്ന സമുദായത്തെയും ആ വഴിക്ക് തിരിച്ചുവിടാൻ ചാവറയച്ചനായി എന്നതുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ മഹത്വം കൂടുതൽ ഉയർത്തുന്ന നടപടി.